താമസിക്കാൻ സൗകര്യത്തിനാണെങ്കിൽ ഇത്ര ദൂരം പോകണ്ടോ സാറേ? അത്ര ദൂരമൊന്നുമില്ലല്ലോ. ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 12 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ദൂരമല്ലേ സാറേ? മാത്രമല്ല, അതൊരാളും പേരും ഇല്ലാത്ത നാടാണ്. പോരാത്തതിന് അവിടുത്തെ നാട്ടുകാരും അത്ര ശരിയല്ല. ഞാൻ നാട്ടുകാരെ കാണാൻ പോകുന്നല്ലോ, താമസിക്കാൻ പോകുന്നല്ലേ. എന്നാലും ആ നാടെന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് എൻ്റെ പൊന്നി കേട്ടാ, ഞാൻ കുറച്ച് സമാധാനത്തിനാണ് അങ്ങോട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ഒച്ചയും ബഹളവും തീരെ താല്പര്യമില്ല. പോരാ തന്നെ ഈ കൊണയടിയും. ഓ സാറേ, സ്ഥലത്തെത്തി. ഇതല്ലല്ലോ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. അതൊന്നും എനിക്കറിയത്തില്ല. സാറ് ട്രിപ്പ് എൻ്റർ ചെയ്ത സ്ഥലം ഇതാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണം. സംഗേ എന്നാണല്ലോ പേര്. ആ, ന്യൂ ഓൺ ടൗൺ. ടൗണാ ഇതാ? അല്ല, ഐ മീൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ആ, ഇവിടെ പുതിയതാ. ഞാൻ ഈ നാട്ടുകാരനാണേ, അതുകൊണ്ട് ചോദിച്ചാ. ബ്രോയുടെ പേരെന്താ? സോനു. സോനു സ്റ്റീഫൻ. ഓ, സോനു. വർക്കാണോ സ്റ്റഡീസ് പ്ലാൻ ആണോ? വർക്കിങ്ങാണ്. എവിടെ? ഇവിടെ ഹോസ്പിറ്റലിൽ. എൻ്റെ സ്കാനർ വർക്കില്ല, നമ്പർ തരാം. ആ, ചെയ്തേക്കാം. അല്ല, ഫുഡ് വാങ്ങിക്കാനാണെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് ഓർഡർ ചെയ്തേ? ഓ, അവിടെ എങ്ങനെ ലൊക്കേഷൻ ഒന്നും കിട്ടത്തില്ല ബ്രോ. ഓ, ആ അല്ല, എവിടെ താമസിക്കുന്നേ? ഓ, ഇതിലെങ്ങ് പോകുമ്പം ആ മുകളിലുള്ള വീട്ടിലെ. എവിടെ? ഓ, അതിലെങ്ങ് പോകുമ്പോൾ മുകളിൽ കാണാൻ വീട്. ഏത്? ആ കുന്നിൻ്റെ മേളിലോ? ആ, അത് തന്നെ. എന്താ ബ്രോ, എന്തൊരു? ഒന്നുമില്ല. അല്ല, മൊത്തപ്പേര് മാറ്റം. എടോ, താനിത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? അല്ല, കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങളുടെ വീട്ടുകാരൊന്നും ആ വഴി പോകാറില്ല. ഞങ്ങളെ വിട്ട് വിടാറുമില്ല. ശാപം പിടിച്ച മണ്ണാണെന്നാ വീട്ടുകാർ പറയുന്നത്. സോനു, നീ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? തല കേട്ടപ്പോഴേ തോന്നി. ഇടയ്ക്കൊക്കെ തനിക്കൊക്കെ കണക്കുക. സംഗീതേ, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതിപ്പോൾ എൻ്റെ അന്ധവിശ്വാസമാണോ അത് ഈ നാട്ടുകാരുണ്ടാക്കിയ കള്ളക്കഥയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇന്നേ വരെ ആ വീട്ടിലൊരാളും ഒരു രാത്രി തികച്ചിട്ടില്ല. ശാപം പിടിച്ച മണ്ണ, ഒന്ന് സൂക്ഷിക്കുന്നു. ഹലോ, നീ എന്താ എത്തിയിട്ട് വിളിക്കാന്നോട്ട് വിളിക്കാഞ്ഞ്? നല്ല തലവേദനയായിരുന്നു, അതാ പിന്നെ വിളിക്കായിരുന്നു.
പുതിയ വീടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ കുഴപ്പമില്ല. അയൽവക്കക്കാരൊക്കെ ഉണ്ടോ? ഓ കഴിച്ചോ നീ? ഇല്ല, കഴിക്കണം. നീയോ? ഇല്ലടാ, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ സമയത്തോ? ആ, എൻസം അല്ലേ, കുറച്ച് ഡേറ്റ എൻട്രി ഉണ്ടായിരുന്നു, അതുമല്ല നല്ല മഴ. ഓ, നിൻ്റെ മറ്റവൻ്റെ കൂടെ ആയിരിക്കും അല്ലേ നിൻ്റെ ഡേറ്റ എൻട്രി ഒക്കെ? സംഗീതൻ്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത്. കഴിക്കാൻ പോകുന്നല്ലേ പറഞ്ഞു, പോയി കഴിക്ക്. ശരി, ഞാനവിടെ പോയപ്പോൾ നിനക്കെന്താ? നീ ഇത് നരകത്തിലേക്ക് വേണം പോ. ശരി. The number you are trying to call is currently not reachable. പമ്പയും അച്ചൻകോവിലാറും കരകവിഞ്ഞതോടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കിടക്കുകയാണ്. പ്രത്യേകിച്ചും ആറന്മുള ഉൾപ്പെടെ കോഴഞ്ചേരി. ഹലോ ബ്രോ, ഞാൻ സംഗീത്. ആ സംഗീത് ബ്രോ, പറ. ബ്രോ, രാവിലെ ഈ വീടിനെപ്പറ്റി എന്തോ പറഞ്ഞില്ലേ, എന്തോ കഥ പോലൊക്കെ. ആ എന്താ ബ്രോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, അറിയാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാൽ. കൃത്യമായിട്ട് എനിക്കും അതിനെപ്പറ്റി അറിവില്ല ബ്രോ. ഈ വീട്ടിലെ കാരണവന്മാരൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾ ആ വീടിരിക്കുന്ന സ്ഥലമില്ലേ, അത് പണ്ടൊരു ശ്മശാനമായിരുന്നു. ഈ വസൂരി മരണം കൂടുതലായിട്ടുള്ള സമയത്ത് വസൂരി വന്ന് മരിച്ചവരെയൊക്കെ കൊണ്ട് കത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് അത്. ഇനി മരണം കൈ നിൽക്കാതെ വന്നപ്പോൾ പലരെ അവിടെ ജീവനോടെ കൊണ്ടിട്ട് കത്തിച്ചിട്ടുണ്ടെന്നോ ജീവനോടെ പട്ടിണി കിടന്ന് പുഴുവരിച്ച് മരിച്ചിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു പുറമ്പോക്കായിരുന്നു ബ്രോ. പിന്നെ ഈ ഗവൺമെൻറ് പട്ടയം കൊടുക്കുന്ന സമയത്ത് ആർക്കൊക്കെയോ കൊടുത്ത് കൈമാറി വന്നിട്ടാണ് അവിടെ ഒരു വീട് വന്നത്. ആ വീട് വെച്ച ആളും അവിടുന്ന് മാറി നിന്നപ്പോൾ അയാളുടെ മകൾക്കെന്തോ അവിടെ വെച്ചൊരു അപകടം പറ്റി. 3-ൻ്റെ അന്ന് പോലീസ് ബോഡി എടുക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ദേഹത്ത് മൊത്തം പുഴുവായിരുന്നു. പിന്നെ മകൾ പോയ വിഷമത്തിൽ അയാളും. ഹലോ ഹലോ